വഴിയിലൂടെയാണ് മനുഷ്യജന്മങ്ങൾ നടന്നു പോണത്. അഭിലാഷിനോട് പറഞ്ഞു മടുത്തിയാണ്. ഞാൻ പറഞ്ഞു ഒരു ലൈറ്റ് എങ്ങനെ ഞങ്ങൾക്ക് കിട്ടുക, ആ വെട്ടുമെങ്കിലും ഞങ്ങൾ നടക്കട്ടെ, ഇവിടെ പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞു. വളരെ ശോകമായ രീതിയിലാണ്, ദയനീയമായ രീതിയിലാണ് ഇവിടെ നമ്മുടെ ഇടക്കൂട്ടിലെ ആളുകളൊക്കെ ജീവിക്കുന്നത്. പിന്നെ അയച്ചാണ് ഒരു ഗർഭിണിനെ കൊണ്ടുവരും അങ്ങോട്ട്. ഗർഭിണി ഉണ്ടായ വീടാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയണം. അവിടെ കിട്ടില്ല, അത് ഇത്തില്ല. ഈ നാട്ടിലെ വീടുകളുടെ അവസ്ഥയൊക്കെ കാണുന്നത് വളരെ ശോകമായ രീതിയിലാണ്, വളരെ ദയനീയമായ രീതിയിലാണ് ഇവിടെ നമ്മുടെ ഇടക്കൂട്ടിലെ ആളുകളൊക്കെ ജീവിക്കുന്നത്. ഈ വെള്ളക്കയറ്റം മൂലം അത്രയും രൂക്ഷത അനുഭവത്തിലുള്ള പ്രദേശത്തൂടെ ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് നമ്മൾ നടക്കുന്നത്. ഇവിടെ അങ്ങോട്ടൊക്കെ നോക്കിയാൽ കാണാം, ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതിനെക്കുറിച്ച് ശാശ്വതമായ പരിഹാരം ഇത് ആരാണ് ചെയ്തു തരുന്നത്? ഡിവിഷൻ കൗൺസിലർമാരോ, അതുപോലെ എംപിമാര്, സർക്കാരുകൾ, ഇതാരും കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കാത്തത് നാടിൻ്റെ ഏറ്റവും വലിയ ദയനീയ ചിത്രം വരച്ചു കാട്ടുന്ന. എവിടെയാണ് പരിഹാരം നമ്മൾ കാണേണ്ടത്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇടക്കൊച്ചി ഈ നാട്ടിലെ ഈ പാവപ്പെട്ട ജനങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകളോ, ബന്ധപ്പെട്ട ആളുകളോ, ഏതെങ്കിലും മതസാമുദായിക സംഘടനകളോ, ഈ നാട്ടിൽ ഇത്രയധികം ആളുകളൊക്കെ ഉണ്ടായിട്ട് ആരും പോലും ഈ നാട്ടിലുള്ള സംരക്ഷിക്കാൻ തയ്യാറാവത്തിടത്തോളം കാലം ഇതൊക്കെ ആരാണ് സംരക്ഷിക്കുന്നത്? ഈ അവസ്ഥകളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് കാണണം. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ ഈ ഭാഗത്തായിട്ടൊക്കെ ഇറങ്ങി. നമ്മുടെ ഈ പ്രദേശത്തേക്ക് ആരെങ്കിലൊക്കെ കൗൺസിലർമാർ ആരെങ്കിലൊക്കെ വരാറുണ്ട്? തിരിഞ്ഞു നോക്കാറില്ല. കുഞ്ഞു കൊച്ചുണ്ട്, ഒരു കൊച്ചൊക്കെ ഉള്ളതാണ്. എങ്ങനെ അവർ സ്കൂളിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസം വെള്ളം കയറിയപ്പോഴേ പിന്നെ ഈ സിറ്റൗട്ടിനൊപ്പം വന്ന് അപ്പുറത്ത് വർക്കേരിയയിലും കയറി അടുക്കള കയറിയില്ല, അടുക്കളുടെ ഒപ്പം വന്ന് നിന്ന് ഈ ഇടവഴിയാണ് നിറച്ചും വെള്ളം പൊക്കോ. അപ്പം എൻ്റെ മോളും ഭർത്താവും 2 പിള്ളേരും വന്നു. അപ്പം ഞാനും ഒരു കൊച്ചും കൂടി കിടന്ന ഹോളിൽ കിടന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പാതിരയപ്പോഴേക്ക് എൻ്റെ നൈറ്റ് മൊത്തം നനഞ്ഞ് ഈ സൈഡ് നനഞ്ഞങ്ങോട്ട്. നനഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കിച്ചു വീഴുന്നേക്കടാ, ദേ എൻ്റെ നൈറ്റൊക്കെ മൊത്തം തന്നെയാണ്. അപ്പം സിറ്റൗട്ടിൽ കൂടി വാതിക്കൽ കൂടി വെള്ളം കയറിയിട്ടില്ല, ഈ ഇടവഴി നിറച്ച് വെള്ളം. അപ്പം അതിൻ്റെ അടിയിൽ നിന്ന് കനിഞ്ഞ് കയറിയതാ. ഈ ഭാഗത്ത് തടയണ കിട്ടിക്കഴിഞ്ഞാലേ ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിനൊക്കെ ഭയങ്കര വലിയ പരിഹാരവും. കൗൺസിലർ പറഞ്ഞിട്ടുള്ള തടയണ 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ നിർമ്മിച്ചു നോക്കുമെന്നോ. ഇപ്പൊ ഈ വീടിന്റെ ഉള്ളിലൊക്കെ ഈ അമ്മച്ചിയുടെ വീടിന്റെ ഉള്ളിൽ വരെ വെള്ളം കയറുന്നതാണ്. ഈ താൽക്കാലിക തടയണ എത്രയും പെട്ടെന്ന് കൗൺസിലർ നിർമ്മിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത ദുരിതം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര ദുരിതത്തിലാണ് നാട്ടിലുള്ള മുഴുവൻ ആളുകളും. ഈ പ്രദേശത്ത് ഈ വഴിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കൂടി എത്രത്തോളം വെള്ളം കയറുന്നുണ്ട്. ഇത് കവിഞ്ഞ് ഇപ്പുറത്തേക്ക് ഈ ഭാഗത്തേക്ക് വീടുകളിലേക്ക് മുഴുവൻ വെള്ളം കയറുന്നുണ്ട്. ഈ തോട്ടിലൂടെ ആ തുറന്നു കിടക്കുന്ന 2 കനാലിലൂടെയാണ് ഈ ഭാഗത്തേക്ക് വെള്ളം വരുന്നത്. ഇവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ ഈ വീടിന്റെ ഉള്ളിലാണ്. ഈ വീടിന്റെ ഉള്ള പരിസരത്തുള്ള മുഴുവൻ വീടിന്റെ ഉള്ളിൽ മാലിന്യങ്ങൾ. ഇതൊന്നും കാണാതെ ഈ ജനങ്ങളെ മനസ്സിലാക്കാതെ ഈ നാട്ടിലുള്ള ഭരണാധികാരികൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രതിഷേധിക്കേണ്ടതായിട്ട് അച്ഛനോടൊന്ന് ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. അമ്മച്ചിര അകത്ത് വെള്ളം കയറൂലേ? അകത്ത് വെള്ളം കയറണം. വെള്ളം മുട്ടിലൊക്കെ കയറുമ്പോൾ ഈ സൈഡ് കണ്ടപ്പോൾ ഇത് വെള്ളം, ഇതാണ് വെള്ളം. ഇത്ര ഹൈറ്റിൽ വെള്ളം വരുമെന്നാണ് അമ്മച്ചി പറയുന്നത്. ഇവിടെ വരെ വെള്ളം വരുമെന്നുള്ളതാണ്. ഒരു 60 സെന്റിമീറ്റർ ഹൈറ്റിൽ വെള്ളം ഉള്ളിൽ കയറുമെന്ന് പറയുമ്പോൾ പിന്നെ ഇവരൊക്കെ ജീവിതം 2 അടിക്കുള്ളിൽ വെള്ളം പുറത്തല്ല അകത്ത് കയറുമെന്ന് പറയുമ്പോൾ ആ വെള്ളം മുഴുവൻ ഈ കനാല് വഴി കയറി ഈ നാട്ടിൽ ഈ പ്രദേശത്തെ വീടുകൾ മുഴുവൻ ഇപ്പം ഇവിടെയാണ് താൽക്കാലിക ഫണ്ട് നിർമ്മിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏണി പിടിച്ചിരുന്ന ഇവിടെ കൂടിയൊക്കെയാണ് മനുഷ്യൻ
ഈ വഴിയിലൂടെയാണ് മനുഷ്യജന്മങ്ങൾ നടന്നു പോണത്. എങ്ങനെ പോണത്? രാവിലെ പോയിട്ട് വൈകിട്ട് വന്ന പിന്നെ പോകില്ല. എങ്ങനെ പോകും? ഇവിടെ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു ഗർഭിണിനെ കൊണ്ടുവരും അങ്ങോട്ട്. ഗർഭിണി ഉണ്ടായ വീടാണിത്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പറയണ അഭിലാഷിനോട് പറഞ്ഞു മടുത്തിയാണ്. ഞാൻ പറഞ്ഞ ഒരു ലൈറ്റ് എങ്ങനെ ഞങ്ങൾക്ക് കിട്ടുക, ആ വെട്ടുമെങ്കിൽ ഞങ്ങൾ നടക്കട്ടെ. ഇവിടെ പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് കാശ് കൊടുക്കും. ഞങ്ങൾ എന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് നടക്കട്ടെ. മനുഷ്യരല്ലേ. ഒന്ന് മാറ്റി ഒന്നും അങ്ങനെ മാറ്റണില്ല. ഞങ്ങൾ തിരിഞ്ഞു നോക്കിയെങ്കിൽ എന്താണ് ജനങ്ങളുടെ ദുരിതമാണ്. ഇത് വെച്ചിട്ട് 5-6 കൊല്ലമേ ആയിട്ടുള്ളൂ. ഇത് അപ്പുറത്ത് ഒരു വീടുണ്ട്, ഒരു വീട് ഗവൺമെന്റ് വീട്. അവരിട്ടിട്ട് അവിടെ പറ്റൂലേ? ആഴുണ്ടായിരുന്ന കണ്ടല്ലോ ആ അത്യാവശ്യം ഉണ്ട്. അതല്ല ഇത് എല്ലായിടത്തുനിന്നും കൂടി ഇങ്ങോട്ട് ടച്ച് ഉണ്ട്. ഈ വീടിൻ്റെ ശോചനീയാവസ്ഥ ധനേഷ് ധർമ്മൻ്റെ വീടാണ്. ഇവിടെ ഈ വീട്ടിലൊന്നും ഒരു മനുഷ്യനില്ല. എത്ര നന്നായിട്ട് ഞാൻ എൻ്റെ കുഞ്ഞുനാളിലേക്ക് കൂടി ഇവിടെയൊക്കെ നടന്നിട്ടുള്ളതാണ്. നല്ല വെള്ള മണ്ണായിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. CPM-ൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടാണ്. എനിക്കറിയില്ല ഈ അവരൊക്കെ എന്ത് ചെയ്യണമെന്ന്. ഈ ഇദ്ദേഹത്തിനൊന്നും ഒരു മോചനം കൊടുക്കാൻ ഒരു നേതാക്കന്മാരും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയ്ക്ക് ശോചനീയമാണ് കേട്ടോ. ആ വഴിയൊക്കെ വന്ന് ഞങ്ങൾ വീഴാണ്ട് പിടിച്ച് കഷ്ടപ്പെട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. എത്ര രൂപ മുടക്കി എന്ത് ഭംഗിയോടെ ചെയ്ത പണിയാണ്. ഈ വീടിൻ്റെ വഴിയൊക്കെ നോക്കാം. അത്രയ്ക്ക് ശോചനീയമാണ്.